തെറ്റ് അല്ലാഹു തആല ഉസ്താദിന് ഇനിയും ഒരുപാട് ദീർഘായുസ്സും ഒക്കെ. ഇത് ഔലിയാക്കന്മാരുടെ ദർസാണ്. മൂപ്പര് സുഖമില്ലാതെ ഇങ്ങനെ നടന്നിട്ട് എല്ലാം ഇനി പോകാത്തൊരു സ്ഥലവും ബാക്കിയില്ല. എല്ലാ ഔലിയാക്കന്മാരെടുത്തും പോയിട്ട് അവസാനം ആലുവായി പോയി കഴിയുമ്പോൾ ദർശനത്തിക്കോടി പറഞ്ഞയച്ച ആലുവായി അവക്കൊരു ഔലിയാക്കന്മാരിൽ പെട്ട ആളാണ്. പിന്നെ അവസാനം പറഞ്ഞു പോയി ദർശനത്തിക്കോടി. അങ്ങനെ ദർശനത്തുമ്പോൾ ഒരു ക്ഷീണവുമില്ല. അല്ലാത്തപ്പോൾ സുഖമില്ലാന്ന് കാര്യങ്ങൾ ദർശനം തുടങ്ങിയാൽ ഒരു ക്ഷീണവുമില്ല. ഇത് ഔലിയാക്കന്മാരുടെ ദർശനമാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹു തആല ഔലിയാക്കന്മാരുടെ മദത് അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് നമുക്കും അല്ലാഹു തആല തെറ്റേ. ശിഷ്യന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ കാര്യമായ കൂട്ടരാണല്ലോ. ഇപ്പോൾ പൊന്മളൊക്കെ എന്ന് പറഞ്ഞാൽ മൊയ്യസുന്ന കാര്യമായ ആളല്ലേ. അങ്ങമാതിരി ശിഷ്യന്മാരാണ് ഒക്കെ ഉള്ളത്. അല്ലാഹു തആല അവർക്കൊക്കെ എല്ലാവർക്കും വലിയ രോഗമുള്ളവർക്കൊക്കെ അല്ലാഹു തആല സുഖമാക്കി ആഫിയത്തിന് നിലനിർത്തി കൊടുക്കട്ടെ. നമ്മളൊക്കെ തമ്മിൽ സ്നേഹിതന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒക്കെ ജ്യേഷ്ഠാഞ്ചന്മാരുമായിട്ടുള്ള ബന്ധമാണ്. ഞാനിപ്പോൾ തന്നെ ഇത് എൻ്റെ കാക്കയെന്ന് പറഞ്ഞ് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. എൻ്റെ മുന്നേ നമ്മൾ ഷെയ്ഖുനാൻ്റെ അടുത്ത് പഠിച്ച ആളാണ് അവർ. അപ്പോൾ നമ്മൾ കാക്കാന്ന് തന്നെ പറയല്. ആ നിലക്കുള്ള ബന്ധം നിങ്ങൾ കുട്ടികളൊക്കെ തമ്മിലുണ്ടാകണം. പിന്നെ ഇപ്പറാ ഉണ്ടാകരുത്. എല്ലാവരും ഒരേ അക്കീദിൻ്റെ മേലിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ അക്കീദയിൽ എല്ലാവരും ഉറച്ചു നിൽക്കുക. അതിന് വ്യത്യാസം ഉണ്ടാകരുത്. ഇതിനെ പാർട്ടി കള്ളത്തിരിക്ക് പാർട്ടി അറിഞ്ഞാണ്ട് ഇതിനെയും പയ്യെ കൂടിക്കാണ്ട് അവിടെ ഖലീഫായി ഇവിടെ ഖലീഫായി അങ്ങനെ നടക്കരുത്. അതൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ പൊന്മളക്കുള്ള കുറ്റം. ഇത് മൂപ്പര് തെരീക്കത്തിൽ കുറ്റം പറഞ്ഞില്ല. പൊന്മള തെരീക്കത്ത് ശരിയാന്ന് പറഞ്ഞ ആളാണ്. തെരീക്കത്ത് കള്ളത്തെരീക്കത്തിന് വലിയ കുറ്റം പറഞ്ഞുള്ളൂ. അപ്പോൾ അതിൻ്റെ എൻ്റെ തെരീക്കത്തിനെ കുറ്റം പറയാ എന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ഷെയ്ഖിനെ പഠിപ്പിച്ചെടുത്താണ്. എനിക്ക് പൊന്മളക്ക് വെറുതെ പറയല്ല, നല്ലത് എടുക്കണം എന്നുള്ളത് ഇവർ പഠിപ്പിച്ചു കൊടുത്താണ്. അപ്പോൾ അതുകൊണ്ട് ഇഖ്തിലാഫൊന്നും ഉണ്ടാകരുത്. ഉസ്താദന്മാർ പറഞ്ഞ മാതിരി തന്നെ എല്ലാവരും നടക്കണം. നിങ്ങൾ തമ്മിൽ ഈ ഉസ്താദിൻ്റെ ശിഷ്യന്മാരായ നിങ്ങൾ തമ്മിൽ ഒരു ഇഖ്തിലാഫ് ഉണ്ടാക്കരുത്. പിന്നെ കുറേ ആണ്ട് കഴിയുമ്പോൾ ചില മരത്തുമേലൊക്കെ ഉണങ്ങിയ കൊമ്പുണ്ടാവും എന്ന് പറഞ്ഞ മാതിരി കുറേ ആഴ്ചനെയാളും ചിലതൊക്കെ ആണ്ട് കണ്ടും പോയിക്കണ്, മറ്റും പോയിക്കണ്. ഇങ്ങനെ